നമസ്കാരം. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ശക്തമായ ചർച്ചകൾക്ക് വഴി തുറന്നുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ MLA ആദ്യ പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ലഭിക്കാത്തതിൽ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ച യുവ നേതാവ് അബിൻ വർക്കിയെ പിന്തുണച്ചുകൊണ്ടുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അബിൻ വർക്കിയെ പോലെ കഠിനാധ്വാനം ചെയ്ത ഒരു നേതാവിന് അർഹമായിട്ടുള്ള പരിഗണന ലഭിക്കാതെ പോയതിൽ ചാണ്ടി ഉമ്മൻ ഖേദം പ്രകടിപ്പിച്ചു. അബിൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള നേതാവാണെന്നതിൽ സംശയമില്ല. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഒരു വ്യക്തിക്ക് വേദനയുണ്ടാകുമെന്ന കാര്യം സ്വാഭാവികമാണ്. കൂടുതൽ പരിഗണന ലഭിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് അബിൻ. എങ്കിലും ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ അന്തിമമായിട്ട് നേതൃത്വത്തിൻ്റെ തീരുമാനം അംഗീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ചാണ്ടി ഉമ്മൻ ഇവിടെ എടുത്തു പറഞ്ഞു. വിഷമമുണ്ടായെങ്കിലും പാർട്ടിയുടെ തീരുമാനത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ഒരു നേതാവ് ചെയ്യേണ്ടതെന്നും അദ്ദേഹം ഉപദേശ രൂപേണ പറഞ്ഞു. അബിൻ വർക്കിയുടെ കാര്യത്തിൽ പിന്തുണ അറിയിച്ചതിനൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് ദേശീയ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത നടപടിയിൽ തനിക്കുണ്ടായ മാനസികപരമായിട്ടുള്ള വിഷമം ചാണ്ടി ഉമ്മൻ തുറന്നു പറഞ്ഞു. തൻ്റെ പിതാവും മുൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനമായിട്ടുള്ള 2024 ജൂലൈ 18 ഈ നീക്കം സംബന്ധിച്ച വാർത്താക്കുറിപ്പ് പുറത്തു വന്നു. തൻ്റെ പിതാവിൻ്റെ ഓർമ്മ ദിവസം തന്നെ പാർട്ടി പദവിയിൽ നിന്നും നീക്കം ചെയ്തത് തനിക്ക് വലിയ രീതിയിലുള്ള മാനസിക വിഷമം ഉണ്ടാക്കിയെന്നും അദ്ദേഹം വികാരാധീനനായിട്ട് പറഞ്ഞു. ഇത്തരമൊരു സുപ്രധാന തീരുമാനമെടുക്കുന്നതിന് മുൻപ് തന്നെ ഇക്കാര്യമൊന്ന് അറിയിക്കാൻ പോലും നേതൃത്വം തയ്യാറായില്ല എന്നതിലുള്ള അതൃപ്തി അദ്ദേഹം രേഖപ്പെടുത്തുകയുണ്ട്. തന്നോട് മുൻകൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ താൻ സന്തോഷത്തോടു കൂടി രാജിവെച്ച് ഒഴിഞ്ഞേനെ. എന്നാൽ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് പുറത്താക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോഴും താൻ പാർട്ടി തീരുമാനത്തോട് യോജിച്ചുകൊണ്ട് മാത്രമാണ് പ്രതികരിച്ചതെന്നും മാധ്യമങ്ങളെ ചാണ്ടി ഉമ്മൻ അറിയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിനെ തുടർന്ന് ഒഴിവ് വന്ന സംസ്ഥാന അധ്യക്ഷ പദവിയിൽ അബിൻ വർക്കിക്ക് പകരം OJ ജനീഷിനെ നിയമിച്ച കേന്ദ്ര നേതൃത്വത്തിൻ്റെ നടപടിയാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്ന അബിൻ വർക്കിയെ ദേശീയ സെക്രട്ടറിയായിട്ട് മാറ്റി നിയമിക്കുകയായിരുന്നു. അബിൻ വർക്കിക്ക് അർഹമായിട്ടുള്ള സ്ഥാനമാനം ലഭിക്കാത്ത ഈ സാഹചര്യത്തിലാണ് ചാണ്ടി ഉമ്മൻ പരസ്യമായിട്ട് പ്രതികരിച്ചത്. എന്നാൽ മാധ്യമങ്ങൾ തൻ്റെ പ്രതികരണത്തെ വളച്ചൊടിച്ച് താൻ പാർട്ടി നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്തതിലെ സത്യസന്ധതയില്ലായ്മ അദ്ദേഹം വ്യക്തമായി ചൂണ്ടിക്കാട്ടി. അബിൻ വർക്കി തീർച്ചയായിട്ടും യോഗ്യനായിരുന്നുവെന്നും എന്നാൽ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളോട് യോജിച്ചു പോകുന്നതാണ് ഒരു മികച്ച നേതാവിൻ്റെ ഗുണം എന്നുമായിരുന്നു തൻ്റെ യഥാർത്ഥ പ്രതികരണമെന്നും അദ്ദേഹം കൃത്യമായി വിശദീകരിച്ചു. ചാണ്ടി ഉമ്മൻ്റെ ആ പ്രസ്തുത പ്രതികരണം നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അബിൻ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകൻ വളരെയധികം പ്രവർത്തനം നടത്തിയിട്ടുള്ള, വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ്. സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ഒരു വേദന ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ തീരുമാനം അത് അംഗീകരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അത് നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ ആ തീരുമാനം അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും അബിനെ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആർക്കും. അല്ല, സ്വാഭാവികമായിട്ട് ഒരു തീരുമാനം വരുമ്പോൾ പല അഭിപ്രായങ്ങൾ കാണും. പക്ഷെ പാർട്ടി ഒരു തീരുമാനമെടുത്തു, അതിന്റെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. പക്ഷേ എബിൻ അർഹതയുള്ള വ്യക്തിയാണ്. അബിൻ പതിറ്റാണ്ടുകളായി വർക്ക് ചെയ്യുന്ന ഒരു നേതാവാണ്. എനിക്ക് അദ്ദേഹത്തെ എത്രയോ വർഷങ്ങളായിട്ട് അറിയാം. അദ്ദേഹം താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ഉയർന്നു വന്ന നേതാവാണ്. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ഇവിടെ മാത്രമല്ല ദേശീയ തലത്തിൽ കൂടി പ്രവർത്തിക്കാനുള്ള അവസരം എന്ന രീതിയിൽ കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അബിനതൊരു വിഷമം ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അബിനാണ് ഇവിടെ വൈസ് പ്രസിഡന്റ് നിലയ്ക്ക് രാഹുലുമായി ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ. സ്വാഭാവികമാണ് അദ്ദേഹത്തിന്റെ കൂടെ തീരുമാനം പരിഗണിച്ച് വേണമായിരുന്നു തീരുമാനമെടുക്കാൻ. പക്ഷേ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ഇപ്പൊ നമ്മൾ യുദ്ധമുന്നണി നിൽക്കുകയാണ് ഇടതുപക്ഷ സർക്കാരിനെതിരെ, പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ. അപ്പൊ ആ ഗവൺമെന്റിനെതിരെ നമ്മൾ പോരാട്ടം നടത്തുന്ന വേളയിൽ പാർട്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിനോടൊപ്പം നിൽക്കുവാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. പാർട്ടിയുടെ തീരുമാനം ഫൈനലാണ് എന്ന് ഞാൻ കരുതുന്നു. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ സ്വാഭാവികമായിട്ടുള്ള കാര്യം നാച്ചുറൽ ജസ്റ്റിസ് എന്താ? നാച്ചുറൽ ജസ്റ്റിസിന്റെ കാര്യത്തിൽ ഇവിടെ വർക്ക് ചെയ്തവർക്ക് സ്വാഭാവികമായിട്ട് വിഷമം കണ്ടേക്കാം. അതിപ്പോൾ നമ്മളെല്ലാം വർഷങ്ങളായി നമ്മളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും വിചാരിച്ച രീതി എത്തുമോ? ഇപ്പൊ നമ്മളൊക്കെ എന്തൊക്കെ ആഗ്രഹിച്ചു കാണും, എല്ലാവരും ആ രീതി എത്തുമോ? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സാഹചര്യം മൂലം പാർട്ടി തീരുമാനമെടുക്കുന്നു. പാർട്ടിക്കറിയാം അതിന്റെ സാഹചര്യം എന്താണെന്ന്. ഇപ്പൊ ദേശീയ നേതൃത്വം ഒരു തീരുമാനമെടുക്കുമ്പോൾ അതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷത്തേക്ക് അറിയാം. എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം എന്നെ പാർട്ടിയിൽ നിന്ന് എന്റെ സ്ഥാനത്ത് നീക്കി. എനിക്ക് വളരെയധികം മാനസികമായ വിഷമമുണ്ടാക്കിയ കാര്യമാണ്. ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല.
2, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ചൊഴിഞ്ഞേനെ. എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത്. പക്ഷെ അപ്പോഴും ഞാൻ പാർട്ടിയുടെ തീരുമാനമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ അഭിന് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യമാണെന്ന് അറിയാം. പക്ഷേ പാർട്ടി ഒരു തീരുമാനമെടുത്ത സാഹചര്യത്തിൽ അത് അംഗീകരിക്കുകയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അല്ല, അതിലേക്കൊന്നും കടക്കുന്നില്ല. എല്ലാവർക്കും അറിയാം എന്താണ് കാരണമെന്നും എന്താ കാര്യമെന്നും എല്ലാവർക്കും അറിയാം. അവരുടെ സാഹചര്യം ഞാൻ ഇപ്പൊ വിശദമാക്കുന്നില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ പറയും അതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയും. അതിന് ഞാനൊരു വിവാദത്തിനില്ല. ഇലക്ഷൻ കഴിയട്ടെ. എന്തോ അതൊന്നും ഞാൻ കരുതുന്നു. അങ്ങനെ ഒന്നും ഇതിനകത്ത് മതവും ജാതിയും ഒന്നും കലർത്താൻ ഞാൻ വിശ്വസിക്കുന്നില്ല. അത് പാർട്ടിക്ക് പാർട്ടിയുടേതായ തീരുമാനങ്ങൾ കാണും. അത് എല്ലാ സാഹചര്യവും പരിഗണിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്.